നമ്മളിപ്പോൾ ഉള്ളതേ ജർമ്മനിയിലാണ്. ശരിക്കും നമുക്ക് സ്വിറ്റ്സർലൻഡ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ ഒരു പ്ലേസും കൂടി ഉണ്ടായിരുന്നു, റെയിൻ വാട്ടർഫോൾസ്. യൂറോപ്പിലെ തന്നെ ബിഗ്ഗസ്റ്റ് വാട്ടർഫോളാണ് റെയിൻ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഇന്നലെ നമ്മൾ സ്വിറ്റ്സർലൻഡിലെ ഫേമസ് ആയിട്ടുള്ള ലോട്ടർബ്രണ്ണനും ഇന്റർലേക്കനും ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും ഞങ്ങൾ അത്രയും ടൈമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചതേ അല്ല. ആ ഒരു വില്ലേജിന്റെ ബ്യൂട്ടി കണ്ട് ഞങ്ങൾ അവിടെ നിന്നുപോയി. അതുകൊണ്ട് തന്നെയും നമ്മുടെ ലിസ്റ്റിൽ റെയിൻ വാട്ടർഫോൾസ് നമുക്ക് ഇന്നലെ കാണാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ ഓൾറെഡി ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ലൊക്കേഷൻ, അതായത് ആ റെയിൻ വാട്ടർഫോൾസിനും ചൊറിക്ക് പിന്നെ നമ്മൾ തിരിച്ചു പോവാണല്ലോ, അപ്പോൾ ആ റൂട്ടിലുള്ള ഒരു ക്യാമ്പ് സൈറ്റ് ആയിരുന്നു നമ്മൾ മെയിനായിട്ട് നോക്കിയത്. പക്ഷെ നമുക്ക് ക്യാമ്പ് സൈറ്റ് കിട്ടിയത് ഇവിടെ ജർമ്മനിയിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് സ്വിസിന്റെ ബോർഡർ കടന്ന് ജർമ്മനിയിൽ വരേണ്ടി വന്നു, ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. പക്ഷെ റെയിൻഫോൾസ് മിസ്സാക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വിചാരിക്കുന്നത് വെച്ചാൽ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ റെയിൻഫോൾസ് കാണാൻ വീണ്ടും സ്വിസിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് ഒരു അറൗണ്ട് 35-40 മിനിറ്റ്സ് അത്രയാണ് ട്രാവൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ അങ്ങോട്ട് ടൈറ്റ് ഷെഡ്യൂൾ ആവൂല. അപ്പം നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ജർമ്മനിയിൽ നിന്ന് വീണ്ടും സ്വിസ് ബോർഡർ താണ്ടി നമ്മൾ റെയിൻഫോൾസ് കാണാൻ വേണ്ടിയിട്ട് മാത്രം തിരിച്ചു പോവാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ റൂട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് റീറൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് നേരെ ഇനി ഫ്രാൻസിലാണ് പോകുന്നത്. ഫ്രാൻസിൽ നമ്മൾ 1-2 സ്ഥലം നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 സ്ഥലം കൂടി നമ്മൾ കവർ ചെയ്തിട്ട് നേരെ ലക്സംബർഗിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇന്ന് മിക്കവാറും സ്റ്റേ ലക്സംബർഗിലായിരിക്കും. നമ്മൾ ഓൾറെഡി ഒരു ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ലക്സംബർഗിൽ നിന്ന് നമ്മൾ നാളെ ബെൽജിയം, എന്നിട്ട് നേരെ UK. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പോകുന്ന പ്ലേസിന്റെ ബേസിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുമോ എന്നറിയില്ല. കാരണം നമ്മൾ പോകുന്ന എല്ലാ പ്ലേസും അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 5-10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സോ നിന്നിട്ട് പോകണം എന്ന് നമുക്ക് തോന്നാറില്ല. നമ്മൾ അവിടെ കുറച്ച് ഏറെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ റെയിൻഫോൾസ് മിസ്സായതും. പക്ഷെ ഇന്ന് നമ്മൾ ആ ഒരു രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ ക്യാമ്പ് സൈറ്റ് ആയിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നത്. ഇത് ജർമ്മനിയിലെ ക്യാമ്പ് സൈറ്റ് ആണ്. ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ക്യാമ്പ് സൈറ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്രാൻസിൽ സ്റ്റേ ചെയ്തു, അതിനുശേഷം നമ്മൾ സ്വിറ്റ്സർലൻഡിലായിരുന്നു 3 നൈറ്റ്സ്. പിന്നീട് ഇപ്പം നമ്മൾ ജർമ്മനിയിൽ, ഇനി ഇന്ന് നൈറ്റ് നമ്മൾ ലക്സംബർഗിൽ, എന്നിട്ട് നാളെ നമ്മൾ ബെൽജിയത്തിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ഫെറി പോർട്ടായിട്ടുള്ള കലൈസിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് UK തിരിച്ചു പോകുന്നു. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ. ഈ ക്യാമ്പ് സൈറ്റ് ശരിക്കും നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ ഈ സറൗണ്ടിങ്സ് ഒക്കെ കാണാൻ. ഇതൊരു കൺട്രി സൈഡിലാണ് ഈ ക്യാമ്പ് സൈറ്റ് വരുന്നത്. ശരിക്കും നമ്മുടെ ഈ ജർമ്മനിയുടെയും സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു ബോർഡറിലായിട്ട് വരും. ഇനി നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ഫ്രണ്ട് ഓഫ് ഹൗസിലാണുള്ളത്. ഇവിടെ എന്തൊക്കെയോ ഒരു കുറച്ച് ഫുഡ് ഐറ്റംസും സൂപ്പും അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ കസ്റ്റമേഴ്സ് ചെക്കൗട്ട് ചെയ്യാൻ വരുന്ന ടൈമിൽ വേണ്ടുന്നവർ അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമായിരിക്കും. അതായിരിക്കും ഇങ്ങനെ വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നോർമലി നമ്മൾ ഇത്രയും ക്യാമ്പ് സൈറ്റിൽ നിന്നതെന്ന് വെച്ചാൽ അതിൽ ഇലക്ട്രിസിറ്റി ഇൻക്ലൂഡഡ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ഏരിയയിൽ, ഈ ജർമ്മനി ഇങ്ങോട്ടേക്ക് നോക്കുമ്പം ഇലക്ട്രിസിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. നമ്മളിപ്പം റെൻറ്റ് മാത്രമേ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടുള്ളായിരുന്നുള്ളൂ. ഇനി അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഇലക്ട്രിസിറ്റി പേ ചെയ്യേണ്ടി വരുന്നത്. അത് ഈ ഒരു ലൊക്കേഷനിൽ മാത്രമേ ഉള്ളൂ അങ്ങനത്തെയൊക്കെ നമ്മൾ കണ്ടത്. ഇനിയിപ്പം ലക്സംബർഗ് നമ്മൾ നാളെ ബുക്ക് ചെയ്തേക്കുന്നതും അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പക്ഷെ നമ്മൾ UK-ലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ ഇൻക്ലൂഡിങ് ഇലക്ട്രിസിറ്റി ആയിരുന്നു. ഓരോ സ്ഥലത്തും ഓരോ രീതിയാണല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ എക്സ്ട്രാ ഒരു 20-23 യൂറോയും കൂടി പേ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. കാരണം ഈ ഒരു ക്രിസ്മസ് ഹോളിഡേയ്സിൽ ഈ ഒരു സമയത്തൊക്കെ ഇത്തിരി പാടാണ് ക്യാമ്പ് സൈറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരുപാട് നോക്കിയായിരുന്നു. ക്യാമ്പ് സൈറ്റൊന്നും അത്ര ഈസി ആയിട്ട് കിട്ടുന്നില്ല. എല്ലായിടും ക്ലോസ്ഡ് ആയിരുന്നു. വിൻ്റർ പീരീഡൊക്കെ ഓൾമോസ്റ്റ് ക്യാമ്പ് സൈറ്റ്സും ക്ലോസ്ഡ് ആയിരുന്നു. ഇനിയിപ്പം നമ്മൾ റെയിൻഫോൾസിലേക്ക് പോവാണ്. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പ്രിപ്പറേഷൻസിലാണ്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് റെഡി ആയിട്ട് നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യണം. ഇനി നമ്മൾ റെയിൻഫോൾസിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ ജേർണി ഏകദേശം ടൈറ്റ് ഷെഡ്യൂൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഫിക്സ് ചെയ്ത ടൈമിൽ തന്നെ എല്ലായിടത്തും എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് കുളമാകും.
സോ നമ്മൾ കുറച്ച് ടൈറ്റ് ഷെഡ്യൂളിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് ഈ പ്ലേസൊക്കെ എടുത്ത് നോക്കിയാലും അത്യാവശ്യം നമുക്ക് വിൻ്റർ ടൈം ആണെങ്കിൽ പോലും സൺഷൈനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്ത ഫ്രാൻസിലും ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ നമുക്ക് മിക്ക സ്ഥലങ്ങളിലും സൺഷൈൻ ഉണ്ടായിരുന്നു. അതെന്തായാലും കുറച്ച് ബ്ലെസ്ഫുള്ളായിരുന്നു. നോർമലി ഈ ഒരു വിൻ്റർ ടൈമിൽ എല്ലായിടത്തും ഭയങ്കര ഒരു ക്ലൗഡി വെതർ ആയിരിക്കും. നോർമലി UK ആണെന്നുണ്ടെങ്കിൽ വിൻ്റർ ടൈം ആണെങ്കിൽ സൺഷൈൻ ഒന്നും കിട്ടുകയില്ല. ഭയങ്കര റയറായിട്ടൊക്കെയാണ് നമുക്ക് സൺഷൈൻ കിട്ടുന്നത്. ഈ സ്നോ വീണ് നടക്കുമ്പോഴും ഇങ്ങനെ വെയിലടിക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു ഭംഗി കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ചെറിയൊരു സ്ഥലം കണ്ടു. ശരിക്കും സിറ്റി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ശരിക്കും നമ്മൾ ജർമ്മനിയുടെ വലിയ സിറ്റീസിലൂടെ ഒന്നും പോകുന്നില്ല. നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് കൺട്രി സൈഡ് പോലുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. കാരണം ഇനിയിപ്പം നമ്മൾ തിരിച്ച് റെയിൻ ഫോൾസിലോട്ട് പോവാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റോഡുകളൊക്കെ ഉള്ളൂ നമുക്ക്. ശരിക്കും ഇതെല്ലാം ജർമ്മൻ്റെ ഒരു ബ്യൂട്ടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ ആ ഒരു ബിൽഡിങ്ങും ഒരു പ്രത്യേകതരം ബിൽഡിങ്. നമ്മൾ ഇത്രയും നേരം ട്രാവൽ ചെയ്ത് വന്ന സ്വിറ്റ്സർലൻഡ് ആണെങ്കിലും പിന്നെ ഫ്രാൻസൊക്കെ ആണെങ്കിലും അവിടുത്തെ ഒരു ബിൽഡിങ് വേറൊരു ബിൽഡിങ്ങാണ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ എന്തായാലും ഡിഫറെൻറ്റാണ്. നമ്മളിപ്പോൾ ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ചർച്ച് തന്നെയും ഒരു വെറൈറ്റി മോഡലായിട്ടുണ്ട്. ചർച്ച് കാണാൻ അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ജർമ്മൻ സ്വിസ് ബോർഡറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടിൻ്റെ ഒരു മിക്സഡ് വേർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ വീണ്ടും ഡ്രൈവ് ചെയ്ത് ബാക്ക് ടു സ്വിസ് നമുക്ക് റെയിൻഫോൾസ് ഒക്കെ കണ്ടിട്ട് പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ നമ്മുടെ വണ്ടി ഒരു പാർക്കിംഗ് ഏരിയയിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാർക്കിംഗ് ഫീ പേ ചെയ്യണം. അതിന് നമുക്ക് എത്ര ടൈം വേണം എന്നൊക്കെ നോക്കിയതിന് ശേഷം വേണം നമുക്ക് ഈ പാർക്കിംഗ് ഫീ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെയൊക്കെയുള്ള ഏത് സ്ഥലത്ത് പോയാലും അവിടെ എല്ലാം ഇങ്ങനെ ഒരു പേ മെഷീൻ കാണും. നമ്മുടെ പാർക്കിംഗ് ഫീസൊക്കെ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പേ മെഷീൻസൊക്കെ കാണും. അപ്പോൾ അതിൽ നമുക്ക് നോക്കിയിട്ട് നമുക്ക് എത്ര അവറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പേ ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് ശരിക്കും നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത്, അറിയത്തില്ല. അപ്പം നമ്മളിങ്ങനെ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുക. ശരിക്കും നമ്മളിപ്പം കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഇത് എവിടെ നോക്കിയാലും ഈ റെയിൻഫോൾസ് എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ഡയറക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മളിങ്ങനെ കുറച്ച് മുന്നിലേക്ക് നടന്നപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ഡയറക്ഷനും പിന്നെ വാക്കിംഗ് പ്ലേസിലോട്ട് പോകാനുള്ള ഡയറക്ഷനും ഒക്കെ കാണിച്ചിട്ടുണ്ട്. റെയിൻഫോൾ നമ്മൾ ഫൈനലി റെയിൻഫോൾ കണ്ടുപിടിച്ചിരിക്കുക. നല്ല തണുപ്പുണ്ട്, ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ജാക്കറ്റൊക്കെ ഇട്ടിങ്ങനെ ഇവിടെ നടക്കാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് നല്ല തണുപ്പുണ്ട്. താഴെ പോണോ? ഇവിടെ മേലിൽ നല്ല വ്യൂ ഉണ്ടായിരിക്കോ? നല്ല തണുപ്പുണ്ട് ഗൈസ്. നമ്മുടെ കൈയൊക്കെ ഒരുമാതിരി ഫ്രീസായി. ഇതിന്റെ തൊട്ട് മേളിൽ കൂടെ ഏതോ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. അവിടുന്ന് ട്രെയിനൊക്കെ പോകുന്നുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനത്തെ ഒരു ലൊക്കേഷനാണ്. ഏറ്റവും മുകളില് റോഡ്, അതിന്റെ തൊട്ട് താഴെ റെയിൽവേ സ്റ്റേഷൻ, ട്രെയിൻ പോകുന്നുണ്ട്. പിന്നെ തൊട്ട് ഏറ്റവും താഴെയായിട്ട് ടൂറിസ്റ്റ് സ്പോട്ടും. ഇവിടെ മിക്ക സ്ഥലവും നമ്മൾ പോയപ്പോൾ കണ്ടത് അങ്ങനത്തെ ഒരു രീതിയിലാണ്. എല്ലാം ഈ ഒരു സ്ട്രക്ചറിലാണ്. നമുക്ക് റോഡാണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടാണെങ്കിലും എല്ലാം ഇങ്ങനെ അടുത്തടുത്തുണ്ട്. അത് പക്ഷേ നമുക്ക് ആസ് എ ടൂറിസ്റ്റ് അത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്കിപ്പം ട്രാൻസ്പോർട്ടേഷനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമുക്കിപ്പം എവിടെയെങ്കിലും ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകണമെങ്കിൽ നമുക്ക് റോഡ് ആക്സസ് ബൈ റോഡ്, നമുക്ക് കാറോ അങ്ങനെ നമുക്ക് ബൈ റോഡ് ആക്സസ് ചെയ്യാം. പ്ലസ് ഇനിയിപ്പോൾ നമുക്ക് ട്രെയിനിലാണ് വരേണ്ടതെങ്കിൽ അങ്ങനെ ട്രെയിൻ ആക്സസും ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ആക്സസ് ഒക്കെ വരുന്നത്
നല്ലൊരു കാര്യമാണ്. നന്നായിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് വാട്ടർഫോളിന്റെ. ഈ വാട്ടർഫോളിന് ഒരു പ്രത്യേകതയുണ്ട്. യൂറോപ്പിലെ തന്നെ ബിഗ്ഗസ്റ്റ് വാട്ടർഫോൾ ആണ്. അത് കൂടാതെ മോസ്റ്റ് പവർഫുൾ വാട്ടർഫോൾ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഈ റെയിൻഫോൾസ് ആണ്. നല്ല സൗണ്ട് ഉണ്ട്, ഭയങ്കര സൗണ്ട്. ഓ അടിപൊളി. വെള്ളം വീഴുന്നത് നമുക്ക് വെറുതെ അല്ല കേട്ടോ, ഇത് പവർഫുൾ ആയിട്ടുള്ള വാട്ടർഫോൾ എന്ന് പറയുന്നത്. ശരിക്കും പവർഫുൾ ആണ്. നമുക്ക് ഇവിടുന്ന് തന്നെ അതിന്റെ ആ ഒരു എന്താ പറയുന്നേ, ആ ഒരു ഫോഴ്സ് നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും. കാരണം അത്രയ്ക്ക് ഭയങ്കര ഫോഴ്സിലാണ് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. സൗണ്ട് ആണെങ്കിൽ ഭയങ്കര സൗണ്ട് ആയിട്ടുണ്ട്, നല്ല നോയ്സിയാണ്. ഈ വെള്ളം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് വന്ന് വീഴുന്നത് കൊണ്ട് ഭയങ്കര സൗണ്ടാ. വെള്ളം അത്ര സ്ട്രോങ് ആയിട്ടല്ലേ വന്ന് വീഴുന്നത്, അതുകൊണ്ട് നല്ല സൗണ്ടാ. അങ്ങനെ യൂറോപ്പിലെ തന്നെ ബിഗ്ഗസ്റ്റ് വാട്ടർഫോളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. മോസ്റ്റ് പവർഫുൾ, യൂറോപ്പിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ വാട്ടർഫോൾ ആണ്. എനിക്ക് തോന്നുന്നു വിന്റർ ടൈം ആയതുകൊണ്ട് ഇവിടെ ഇത്തിരി ആള് കുറവാണ്. ആൾക്കാരില്ലെന്നല്ല, ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ബാക്കി സ്പോട്ടിലൊക്കെ പോയതിന്റെ അത്രയുള്ള റഷ് ഇവിടെ ഇല്ല. ഓരോരുത്തർ കണ്ട് മാറുവാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ വലിയ തിരക്കില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം ക്രിസ്മസും ഇന്ന് ബോക്സിംഗ് ഡേ ആണല്ലോ. ബോക്സിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. പിന്നെ ഇവിടെ നിൽക്കുന്നതൊക്കെ നമ്മളെപ്പോലെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. വലിയ ക്രിസ്മസ് ഒന്നും സെലിബ്രേറ്റ് ചെയ്യാത്ത ടീംസ് ആയിരിക്കും നമ്മളെപ്പോലെ. അവർ ജസ്റ്റ് ഈ ഒരു ക്രിസ്മസ് ടൈം അല്ലെങ്കിൽ ഈ ഒരു വിന്റർ ടൈമിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഹോളിഡേയ്സ് ലീവ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ നമ്മളെപ്പോലെ തന്നെ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. പിന്നെ ബാക്കി ഈ ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തായാലും അവരുടെ ഫാമിലിയോടൊപ്പം കൂടുതൽ ആൾക്കാരും, ഒരു മെജോറിറ്റി പോർഷൻസ് ആൾക്കാരും വീട്ടിലിരുന്നായിരിക്കും ക്രിസ്മസ് എൻജോയ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള സ്പോട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യും. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റുള്ളൂ. നമ്മളിവിടെ ഇപ്പം കണ്ട വേറൊരു കാര്യമാണ്, ഇവിടെ ആൾക്കാർ വെള്ളത്തിലേക്ക് കോയിൻസ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. എന്താ റീസൺ എന്ന് അറിയില്ല. നമ്മുടെ ഈ ഞാൻ ഈ നിൽക്കുന്ന ഈ ബ്രിഡ്ജിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഫുള്ളും ആൾക്കാർ കോയിൻസ് ഡ്രോപ്പ് ചെയ്തിട്ടേക്കുക. ഇനി എന്തെങ്കിലും ഇതിന്റെ പുറമെ വിശ്വാസം ഉണ്ടോന്ന് നമുക്കറിയില്ല. നമുക്ക് വെള്ളത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് കോയിൻസ് ആണ് കിടക്കുന്നത്. ഇഷ്ടംപോലെ കോയിൻസ് കിടപ്പുണ്ട്. അപ്പുറത്തെ സൈഡൊക്കെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. ഇതോ അവിടെയൊക്കെ ഇവിടൊക്കെ ഇവിടെ ഫുള്ള് കോയിൻസ് ഡ്രോപ്പ് ചെയ്തേക്കുക. ഇത് പറക്കിയതിന് ഒരുപാട് കോയിൻസ് കാണുമായിരിക്കും. എത്രയൊക്കെ കിടപ്പുണ്ട്. നല്ല 2 യൂറോയ്ക്ക് ഇവരിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. നമ്മളിവിടെ നോക്കിയാല് ഈ സ്വിറ്റ്സർലാൻഡിന്റെ ഫ്ലാഗ് പോലും ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ വാട്ടർഫോളിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതിന്റെ ഫ്ലാഗ് കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു നേഷൻ ലവ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ കാര്യം. നമ്മൾ ഏത് സ്ഥലത്ത് ഏത് സ്പോട്ടിൽ പോയാലും നമുക്കവിടെ കാണാൻ പറ്റും സ്വിസിന്റെ ഫ്ലാഗ് അവിടെ ഉണ്ടാവും. ഇവിടെ ആൾക്കാർ സംസാരിക്കുന്നത് കൂടുതൽ അവരുടെ ലാംഗ്വേജ് ഒക്കെ തന്നെയാണ്. ഇംഗ്ലീഷ് ഭയങ്കര കുറവാണ് ആൾക്കാർ സംസാരിക്കുന്നത്. ഒരു ഭയങ്കര രാജ്യസ്നേഹമുള്ള ആൾക്കാർ. നമ്മളവിടെ നോക്കിയാലും സ്വിസിന്റെ ഫ്ലാഗ് കാണും. അതേപോലെ അവര് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയി ഇവരുടെ ആ ഒരു നാഷണാലിറ്റിയോട്. ഇവരെ ഈ ഒരു നേഷനോട് ഇവർ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആണ്. നമ്മൾ വന്ന സമയത്ത് ഇത്ര തിരക്കില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഇവിടെ ഫുൾ ആളായി. മറ്റേ എന്തിനോ തുറന്നു വിട്ടിട്ട് വന്നതുപോലെ അത്രയ്ക്ക് ആളായി ഇവിടെ മൊത്തം. അവിടെ ആൾക്കാര് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടിട്ടുണ്ട്. ഈ കാണുന്ന എനിക്കൊന്ന് ഹോട്ടൽ വല്ലതാണോ, വീടോ ഹോട്ടലോ എന്തോന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നമുക്ക് നല്ല കാണാൻ പറ്റും ഇതിന്റെ ഈ ഫോഴ്സ്, എത്രത്തോളം ഫോഴ്സിലാണ് ഇത് വന്ന് വീഴുന്നതെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേന് നമ്മുടെ ദേഹത്തൊക്കെ വെള്ളം തെറിക്കുന്നുണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേന് ചെറിയ രീതിയിൽ വെള്ളം ഇങ്ങനെ നമ്മുടെ ദേഹത്ത് തെറിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മേളയിൽ നിന്ന് നോക്കിയപ്പം അത്രയ്ക്ക് നമുക്ക് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് വെള്ളം നല്ല ഫോഴ്സിൽ വീഴുന്നുണ്ട്.
തണുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പൊ നമ്മള് വാട്ടർഫോൾ ഒക്കെ കണ്ടു. ശരിക്കും നമ്മൾ തണുത്ത് ഉറഞ്ഞ്, അത്രയ്ക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ വണ്ടി ഇറങ്ങിയപ്പോൾ അത്ര തണുപ്പ് ഫീൽ ചെയ്തില്ല. പക്ഷെ നമ്മൾ ഇതിന്റെ അടുത്ത് എത്താറായപ്പോഴത്തേന് നന്നായിട്ട് വെള്ളം വീഴുന്നത് കൊണ്ട് ഭയങ്കര ഒരു തണുപ്പുണ്ട്. പിന്നെ നമ്മൾ താഴോട്ടൊക്കെ പോകുമ്പോഴത്തേന് നമ്മുടെ ദേഹത്തൊക്കെ വെള്ളം ചെറുതായിട്ടൊക്കെ തെറിച്ച് വീഴുന്നുണ്ട്. നോർമലി ഈ ഒരു ഏരിയയിൽ ബോട്ടിംഗ് ഒക്കെ ഉള്ളതായിരുന്നു. ഞാനിങ്ങനെ മുമ്പേ കണ്ടിട്ടുണ്ട് ഈ റെയിൻ ഫോൾസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ റിസർച്ച് ചെയ്ത സമയത്ത് ഇങ്ങനെ നല്ല ബോട്ടിങ്ങിന്റെ സർവീസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ക്രിസ്മസും ബോക്സിംഗ് ഒക്കെ ആണല്ലോ, അതുകൊണ്ടായിരിക്കും ഇപ്പൊ ബോട്ടിംഗ് ഒന്നും ഇല്ലാത്തത്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് സ്പോട്ട് കണ്ട് തിരിച്ചു മാത്രമേ ഉള്ളൂ, അല്ലാതെ ബോട്ടിംഗ് ഒന്നും നമുക്ക് ഇവിടെ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ ലാസ്റ്റ് സ്പോട്ടായിരുന്നു റെയിൻ ഫോൾസ്. ഇതോടെ സ്വിസിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും ബാക്ക് ടു ഫ്രാൻസ് ആണ്. ഫ്രാൻസിലെ 1-2 സ്പോട്ടും കൂടി നമ്മൾ ഇനി കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലക്സംബർഗ്, പിന്നെ ബെൽജിയം. അങ്ങനെയാണ് നമ്മുടെ ട്രാവല്. അപ്പം നമ്മുടെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.